പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ +2 SSLC 2024 ഒക്ടോബർ റിസൾട്ട് വന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ, അത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്താം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ +2ൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം ഒരാഴ്ചയായി. SSLC റിസൾട്ട് ഇന്നലെയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പല കംപ്ലൈൻറ്റുകളും ഉണ്ടാവും. അത് നമുക്ക് അനുകൂലമായ രീതിയിലുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ, തിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കംപ്ലൈൻറ്റുകളാണെങ്കിൽ അത് ഓൺലൈൻ പേയ്മെൻ്റ് അടച്ച് നമുക്കത് തിരുത്താവുന്നതാണ്. ഇവിടെ 4 കാരണങ്ങളാണ് കംപ്ലൈൻറ്റിൻ്റെ വരുന്നത്. ഒന്ന്, പ്രാക്ടിക്കൽ മാർക്ക് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി റിസൾട്ട്. ഒരു വിദ്യാർത്ഥി പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റ്, പ്രാക്ടിക്കൽ പരീക്ഷ ഫീസ് അടച്ചു, പ്രാക്ടിക്കൽ ഹാൾ ടിക്കറ്റും എല്ലാമായി വന്ന് എക്സാം അറ്റൻഡ് ചെയ്തു. പക്ഷെ അവിടെ പ്രാക്ടിക്കൽ മാർക്കില്ല. പ്രാക്ടിക്കൽ മാർക്ക് ഒന്നും ഇട്ടിട്ടില്ല, ഒരു മാർക്ക് പോലും ഇട്ടിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എന്ത് ചെയ്യാം? ആ വിദ്യാർത്ഥി അറ്റൻഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. അവിടെ പ്രാക്ടിക്കൽ എക്സാം സെന്ററിൽ സൈൻ ചെയ്തു. പ്രാക്ടിക്കൽ എക്സാം സെന്ററുമായിട്ട് ആദ്യം ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇറർ ആയിരിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടിക്കൽ എക്സാം സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ സൈനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവർ മാർക്ക് എൻട്രി ചെയ്തൊക്കെ ഓക്കെയാണ്. പക്ഷേ റിസൾട്ടിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഫൈൻ അടക്കുക നിവൃത്തിയില്ല. ചെറിയൊരു ഫൈൻ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ മാർക്ക് വരാത്തതിൻ്റെ അനുകൂലമായ കാരണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് വീണ്ടും റിസൾട്ടിൽ പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് വരും എന്നുള്ളതാണ്. പിന്നെ മാർക്ക് കുറഞ്ഞു പോയത് പല കാരണങ്ങളായിരിക്കാം. നിങ്ങൾ ഏത് വർഷമാണോ അഡ്മിഷൻ എടുത്തത് ആ വർഷം തന്നെ PCB ക്ലാസ്സിന് പോകണം. അല്ലാതെ നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് എക്സാം എഴുതുമ്പോൾ ആ 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എക്സാം എഴുതുന്ന സമയത്ത് PCB ക്ലാസ്സിന് പോയ ചില സെൻറ്ററുകൾ മാർക്ക് കട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ നിങ്ങൾ റെക്കോർഡുകൾ വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട്, എക്സാം വേണ്ട രീതിയിൽ എഴുതാത്തതുകൊണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ മാർക്ക് കമ്മിയാവും. ഓക്കെ, അതിന് നമ്മൾ ഫീസ് അടച്ചിട്ട് കാര്യമില്ല. നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് ഒരു മാർക്ക് പോലും നമുക്ക് കിട്ടാത്തതോടൊക്കെ മാത്രമേ ഈ ഫൈൻ അടച്ചിട്ട് അതിൻ്റെ പരിഹരിക്കാൻ കഴിയുള്ളൂ. പിന്നെ TMA നോട്ടിങ്ങുള്ളത്, അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തു പക്ഷെ മാർക്ക് വന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫൈൻ അടക്കരുത്. നമ്മൾ സ്റ്റുഡൻറ് ലോഗിൻ ചെയ്യുക. എൻറോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ യൂസർ നെയിമോ പാസ്വേഡോ വെച്ച് നമ്മൾ സ്റ്റുഡൻറ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഡാഷ് ബോർഡ് കാണും. ഡാഷ് ബോർഡിൽ നമ്മൾ TMA സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയും ആ സബ്ജക്റ്റിൻ്റെ സ്റ്റാറ്റസ് കാണാൻ കഴിയും. അപ്ലോഡഡ് ഓൺലൈന്, അതേപോലെ തന്നെ ഓരോ വിഷയത്തിന് കിട്ടിയ മാർക്കുകൾ അവിടെ കാണും. അപ്പോൾ നമ്മൾക്ക് മാർക്ക് വന്നിട്ടില്ലേ, മാർക്ക് കുറഞ്ഞു പോയാൽ നമ്മൾ എഴുതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ട് മാർക്ക് കുറഞ്ഞത്, ഓക്കെ, അതിന് നമ്മൾ ഫൈൻ അടച്ചിട്ട് കാര്യമില്ല. ഒരു മാർക്ക് പോലും ഇട്ടില്ല, നമ്മൾ സബ്മിറ്റ് ചെയ്തു. അതിലൊക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ആണ്. പക്ഷെ മാർക്ക് ഇടാത്തതിന്റെ കാരണം ചിലപ്പോൾ അതിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ടാവും. ചില വിദ്യാർത്ഥികളൊക്കെ മറ്റൊരു വിദ്യാർത്ഥിയുടെ കോപ്പി അടിച്ച് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് അവർ 0 മാർക്ക് ഇടാറുണ്ട്, ഒരു മാർക്ക് ഇടാതിരിക്കലും ഉണ്ട്. എന്താ റീസൺ എന്നുള്ളത് നമുക്ക് ആ ഡാഷ്ബോർഡ് TMA സ്റ്റാറ്റസിൽ നേരെ കാണാം. ഓക്കെ, അപ്പോൾ അതിൽ റീസൺ ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഫൈൻ അടക്കാം എന്നതാണ്. ഒറ്റയടിക്കാരും ഫൈൻ അടക്കരുത്. എപ്പോഴും നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പിൽ പരിഹാരം ഇല്ലെങ്കിൽ ഫൈൻ അടക്കാൻ പറ്റും. മൂന്നാമത്തെ TOC നോട്ട് ഇൻക്ലൂഡ് റിസൾട്ട്. TOC വന്നിട്ടില്ല. നമ്മൾ സബ്ജക്റ്റ് ആഡ് ചെയ്യാൻ കൊടുത്തു, പക്ഷെ ആ സബ്ജക്റ്റും കൂടി നമ്മൾ റിസൾട്ടിൽ വന്നിട്ടില്ല. റിസൾട്ടിൽ കുറച്ച് വിഷയം മാത്രമേ ഉള്ളൂ, മുഴുവനായിട്ടുള്ള വിഷയങ്ങൾ അതിലില്ല. അപ്പോൾ ഇത് പല കാരണങ്ങളുണ്ട് സംഭവിക്കും. ഒന്നാമത്, നമ്മൾ മുമ്പ് ഒരു +2 വിദ്യാർത്ഥിയാണെങ്കിൽ മുമ്പ് കഴിഞ്ഞുപോയ 5 വർഷത്തിനുള്ളിലുള്ളത് മാത്രമേ TOC കൊടുത്തിട്ട് കാര്യമുള്ളൂ. 5 വർഷം മുമ്പുള്ള റിസൾട്ട് ആണെങ്കിൽ TOC കൊടുത്താൽ ആഡ് ചെയ്ത് വരില്ല. അപ്പോൾ 5 വർഷത്തിൻ്റെ ഉള്ളിലുള്ളതാവണം. അതേപോലെ തന്നെ നമ്മൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, +2 ആണ് TOC കൊടുത്തെങ്കിൽ +2ൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും അഡ്മിഷൻ ഫോം സൈറ്റിൽ നിന്ന് എടുത്തതും രണ്ടും പാടെ നമ്മൾ കൊച്ചി ഓഫീസിലേക്ക് അയക്കണം. ഇത് അയച്ചിട്ടില്ലെങ്കിലും എൻ്റർ ആവില്ല. 5 വർഷത്തിന് മുമ്പുള്ള റിസൾട്ട് ആണെങ്കിലും എൻ്റർ ആവില്ല. പിന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അയക്കാതിരുന്നാലും എൻ്റർ ആവില്ല. ചില ആളുകൾ എന്ത് ചെയ്യും? ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അയച്ചു കൊടുക്കും കൊച്ചിക്ക്. അതുകൊണ്ടും നമ്മളുടെ റിസൾട്ട് ആഡ് ആവില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്താണ് ആഡ് ആകാത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിളിച്ചിട്ടുണ്ടാവും കൊച്ചി റീജിയൻ സെന്ററിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഇങ്ങനെ ഒരു കാരണം ഇല്ലെങ്കിലാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതേപോലെ ഫൈൻ അടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്. പിന്നെ മാർക്ക് ആബ്സെന്റ് തിയറിയാണ്. നമ്മൾ പരീക്ഷ എഴുതി പക്ഷെ അവിടെ ആബ്സെന്റ് ആണ്.
അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പരീക്ഷാ സെന്ററിൽ ആദ്യം അന്വേഷിച്ച് നോക്കാം. അവിടെ നമ്മൾ സൈൻ ചെയ്ത ലിസ്റ്റൊക്കെ ഉണ്ടാവില്ലേ. എന്നിട്ടും പരിഹാരം ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ 4 കണ്ടീഷനും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻ അടക്കേണ്ടതിലേക്ക് പോയാൽ മതി. ചിലപ്പോൾ നമ്മൾ ഫൈൻ അടക്കാതെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ഇതിനുള്ള കറക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ 4 കണ്ടീഷൻ പ്രകാരം കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് NOSന്റെ റിസൾട്ട് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കുക, വിളിക്കരുത്. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മറുപടി തരും. അതിനനുസരിച്ച് നമുക്കത് പരിഹരിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ നമ്മുടെ സ്ഥാപനവുമായി കോൺടാക്ട് ചെയ്യാം. 9037114679. ഓക്കെ, താങ്ക് യു.